എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എയർലൈൻ ടോപ്പാണ്. സാധാരണ ഒരു എയർലൈൻ ടോപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് നല്ല രീതിക്ക് വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് കൊടുത്തിട്ട് വിത്ത് റൗണ്ട് കോളറോട് കൂടിയിട്ടാണ് ഈ ഒരു ടോപ്പ് ചെയ്യുന്നത്. നെക്ക് നല്ല രീതിയിൽ വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഇന്നർ വെച്ചിട്ടാണ് നമ്മളിത് വെയർ ചെയ്യുന്നത്. ഇന്നർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല. സ്ലീവ്ലെസ് ആയിട്ടുള്ള ടോപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് ഒക്കെ ചാനലിൽ ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കാണാൻ ലെങ്ത് കുറച്ചാൽ മതി കേട്ടോ. മെയിൻ ഫാബ്രിക് ആയിട്ട് നമ്മൾ 2.5 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 2.5 മീറ്റർ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വിഡ്ത്തുള്ള ഫാബ്രിക് ആണ്. 60 ഇഞ്ചാണ് ഫാബ്രിക്കിന്റെ വിഡ്ത്ത്. അതുകൊണ്ടാണ് 2.5 മീറ്റർ എടുത്തത്. നിങ്ങൾ നല്ല ലെങ്ത് ഉള്ള സ്ലീവ് ആണ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ലെങ്ത് ആണ് ഈ ഒരു ടോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ 3 മീറ്റർ ഫാബ്രിക് എടുക്കുക. അതായത് വിഡ്ത്ത് കുറഞ്ഞ ഫാബ്രിക് ആണെങ്കിൽ 3 മീറ്റർ എടുക്കുക. വിഡ്ത്തുള്ള ഫാബ്രിക് ആണെങ്കിൽ നിങ്ങൾ 2.5 മീറ്റർ എടുത്താൽ മതിയാവും. ആദ്യം തന്നെ നമ്മൾ ഫാബ്രിക് 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 4ആക്കി മടക്കിയിടുന്ന സമയത്ത് ഒരു 20 ഇഞ്ച് വിഡ്ത്ത് കിട്ടുന്ന രീതിയിലാണ് മടക്കിയിട്ടിരിക്കുന്നത്. എ ലൈൻ ആയിട്ട് ടോപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക. എപ്പോഴും 18 ടു ഒരു 22 ഇഞ്ചെങ്കിലും വിഡ്ത്തുള്ള രീതിയിൽ വേണം നിങ്ങൾ ഫാബ്രിക് മടക്കിയിടാൻ വേണ്ടിയിട്ട്. അതായത് മടക്കിയിടുമ്പോഴുള്ള വിഡ്ത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ലെങ്ത് ആയിട്ട് ഇൻക്ലൂഡിങ് സീം അലവൻസ് അടക്കം 50 ഇഞ്ചാണ് കൊടുക്കുന്നത്. നല്ല ലെങ്ത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 50 ഇഞ്ച് എടുത്തിരിക്കുന്നത് കേട്ടോ. താഴേന്ന് ഇതേപോലെ 50 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ ലൈനിലേക്ക് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ്. ഇവിടെ നമ്മൾ കോളർ ചെയ്യുന്നത് കൊണ്ട് തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ എക്സ്ട്രാ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കോളർ ചെയ്യുമ്പോൾ ചുളിവുകൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാനും പിന്നെ നമുക്ക് ആ ഒരു ടൈറ്റ് ആയിട്ടിരിക്കുന്നതൊക്കെ അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എക്സ്ട്രാ ആയിട്ട് എടുക്കാൻ പറയുന്നത് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിങ്ങൾ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നില്ലെങ്കിലും കോളർ ചെയ്യുന്ന ഡ്രസ്സിന് നിർബന്ധമായിട്ടും ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. അപ്പം ഞാൻ 7.5 ഇഞ്ച് ഷോൾഡറിന് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 1/4 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നേരെ താഴേക്ക് എത്രയാണോ ആം ഹോൾ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. അതിൽ വേരിയേഷൻസ് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 7 ആണ്. 7 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു എൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. എത്രയാണോ നിങ്ങളുടെ ചെസ്റ്റ് റൗണ്ട്, അതായത് ടേപ്പ് വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കുന്ന അളവ്, അതാണ് നമ്മുടെ ചെസ്റ്റ് അളവ് എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ഫാബ്രിക് 4ആയി മടക്കിയിട്ടത് കൊണ്ടാണ് ഡിവൈഡഡ് ബൈ 4 ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് 34 ആണ്. അതിനെ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് 8.5 ആണ് കിട്ടുക. ഈ 8.5 എന്ന് പറയുന്നത് കറക്റ്റ് അളവാണ്. നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള കറക്റ്റ് അളവാണ്. അപ്പൊ അത് അങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യണം? ഈസ് അലവൻസ് ആഡ് ചെയ്യണം. അപ്പൊ അത് എത്രയാ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0.5 ആണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 0.5 ഒരു സൈഡിലേക്ക് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. 4 സൈഡിലേക്കും കൂടി വരുമ്പോൾ 2 ഇഞ്ച് നമ്മൾ ഈസ് അലവൻസ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമുക്കിവിടെ 9 ആണ് കിട്ടുക. ആ 9 മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എന്റെ അളവാണ് 9. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അളവ് വേണം എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾറെഡി നമ്മൾ കറക്റ്റ് അളവിന്റെ കൂടെ ലൂസ് ആഡ് ചെയ്തു. ഇനി ലൂസ് ആഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതിൽ തന്നെ നിർത്താൻ പാടില്ല. നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് കൊടുക്കേണ്ടത് ആ സ്റ്റിച്ച് വരുന്ന അളവാണ് മാർക്ക് ചെയ്തത്. സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്ന ഫാബ്രിക് എത്ര വേണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനെ നമ്മൾ സീം അലവൻസ് എന്നാണ് പറയുന്നത്. അതെന്തിനാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് വെക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എപ്പോഴും സ്റ്റിച്ചിന്റെ തൊട്ടടുത്ത് കൂടെ ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് പിന്നി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. 2, ഇൻ കേസ് നമ്മൾ വണ്ണം വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്രസ്സ് പിന്നെ യൂസ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉള്ള സ്റ്റിച്ചിന്റെ അടുത്തൂടെ സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്ട്രാ ഫാബ്രിക് വേണം. അപ്പൊ എന്തായാലും കുറച്ച് ഫാബ്രിക് വെക്കണം. അത് 1/2 ഇഞ്ച് മുതൽക്ക് 2 ഇഞ്ച് വരെ നിങ്ങൾക്ക് വെക്കാം. 2 ഇഞ്ച് വെക്കും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ലോക്ക് ചെയ്യുന്നതിന്റെ മുന്നേ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ആദ്യം ബാക്കിൽ ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലുള്ള ആം ഹോൾ വരയ്ക്കുന്നുണ്ട്. അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, കാരണം അതിന്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഒത്തിരി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അതിലേക്ക് 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രയാണോ നിങ്ങളുടെ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 8 ഇഞ്ചാണ്. അതിലേക്ക് 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ യോജിപ്പിച്ച് വരയ്ക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക്, അതായത് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് മാക്സിമം വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ എയർലൈൻ ആയിട്ട് വരയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹിപ്പ് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്തിട്ട് അങ്ങനെ വരയ്ക്കണമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അപ്പൊ ഞാനിവിടെ വേസ്റ്റ് ലെങ്ത്തിന്റെ അവിടുന്ന് മാക്സിമം ഫ്ലെയർ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എയർലൈൻ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. താഴേന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴ്ഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് കേർവ് ചെയ്തും കൂടി വരയ്ക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എയർലൈൻ ആയിട്ടാണ് ടോപ്പ് ചെയ്യുന്നത്. അത്യാവശ്യം ഫ്ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ
സെയിം ലെങ്ത് ആവുമ്പോൾ താഴ്ഭാഗം ഇറങ്ങി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. മാർക്ക് ചെയ്തിട്ടുള്ള അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ബാക്കിലുള്ള ആം ഹോൾ പ്രകാരം വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം വേണം ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാം. 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്തും 3/4 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ടൈറ്റ് ആയിട്ടുള്ള നെക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് ഇറക്കിയാൽ മതി. അതല്ല കുറച്ച് ലൂസ് വേണമെങ്കിൽ 3/4 ടു 1 ഇഞ്ച് വരെ കൊടുക്കാം. കോളർ നെക്ക് ചെയ്യുമ്പോൾ 1 ഇഞ്ചിൽ കൂടുതൽ നെക്കിന് ഇറക്കം ബാക്കിൽ കൊടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഒരിക്കലും നമുക്ക് കോളർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ 3/4 ഇഞ്ച് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല. അതിന് കുറച്ച് വൈഡ് ആയതുകൊണ്ട് ക്യാൻവാസ് പേപ്പറിലാണ് മാർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് സ്ലീവ് ആണ് കൊടുക്കാൻ ആഗ്രഹിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡലിലുള്ള സ്ലീവ് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ഒരു നോർമൽ സ്ലീവ് ആണ് കൊടുക്കുന്നത്. ഇനി സ്ലീവ്ലെസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. സ്ലീവിലേക്കൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പാറ്റേൺ എങ്ങനെയാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾക്ക് സ്ലീവ് എങ്ങനെയാ കട്ട് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഒത്തിരി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം. എന്നിട്ട് അത് പ്രകാരം കട്ട് ചെയ്യാം കേട്ടോ. ഇനിയാണ് നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. 12 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തും 12 ഇഞ്ച് ലെങ്ത്തും 8 ഇഞ്ച് വിഡ്ത്തും ഉള്ള ഒരു ക്യാൻവാസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ക്യാൻവാസ് പേപ്പറിന് ഇതേപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ ഫ്രണ്ടിലേക്കുള്ള വൈഡിനുള്ള ലെങ്ത് മാത്രമായിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു നെക്കിന്റെ ഷേപ്പും കൂടി ഇതിൽ തന്നെ വരച്ചു. അതായത് ആ റൗണ്ട് ഷേപ്പും കൂടി ഇതിൽ തന്നെ വരച്ചതുകൊണ്ട് എനിക്കിത് വല്ലാണ്ട് മുകളിലേക്ക് കയറിയിട്ടാണ് ഇരിക്കുന്നത്. അതായത് ഈ ഒരു നെക്കിന്റെ പാറ്റേൺ നല്ല രീതിയിൽ മുകളിലേക്ക് കയറിയിട്ടാണ് ഇരിക്കുന്നത്. ഞാനിവിടെ ഫോട്ടോ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് നമ്മളൊരു ഇന്നറൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല രീതിയിൽ ലെങ്ത്തും അതുപോലെ തന്നെ വൈഡും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോഴാണ് അത് കാണാൻ ഭംഗി. കാരണം അത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു ഇന്നർ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുമ്പോൾ അത് കുറച്ച് കാണുന്ന രീതിയിൽ വരുമ്പോഴായിരിക്കും ഭംഗി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ എവിടേക്കാണ് വ്യത്യാസം വരുത്തേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. ഞാനിവിടെ ലെങ്ത് ആയിട്ട് 12 ഇഞ്ചാണ് എടുത്തതെന്ന് പറഞ്ഞു. ഈ ഒരു പാറ്റേണിന്റെ ലെങ്ത് ആയിട്ട് 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേണിന്റെ ലെങ്ത് ആയിട്ട് ഒരു 14 ഇഞ്ച് എടുക്കുക. ഒരു 13 ടു 14 എടുക്കുക. 1 ഇഞ്ച് എക്സ്ട്രാ ക്യാൻവാസ് പേപ്പർ വെക്കുന്ന രീതിയിലുള്ള ലെങ്ത് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വരയ്ക്കുന്നതെന്ന് നോക്കാം. 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എന്ന് പറഞ്ഞു. അപ്പം 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.25 ഇഞ്ച് തന്നെയാണ് കോളറിന് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഒരു ബോക്സ് വരയ്ക്കുന്നുണ്ട്. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഈ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഉള്ളോട്ടേക്ക് ഞാനൊരു 1.5 ഇഞ്ചാണ് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 1.5 ഇഞ്ച് വിഡ്ത്ത്, ഒരു സൈഡിലേക്ക് 1.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലേക്കും കൂടി 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് വിഡ്ത്തിൽ ഉള്ളിലിരിക്കുന്ന പീസ് കാണുന്ന രീതിയിലാണ് മാർക്ക് ചെയ്തത്. അപ്പൊ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി വിഡ്ത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ഇഞ്ച് വരെ അവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. ലെങ്ത് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 11 ഇഞ്ചാണ് എടുത്തതെന്ന്. നിങ്ങളൊരു 13 ടു 14 ഇഞ്ച് ലെങ്ത് കിട്ടുന്ന രീതിയിൽ എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി അത് നന്നായിട്ട് കാണുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്പ് വരച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ലെങ്ത്തിനെ രണ്ടാക്കുക, /2 ചെയ്യുക. അപ്പോൾ അത് ഇതേപോലെ ടേപ്പ് മടക്കി കൊടുത്താൽ കറക്റ്റ് സെൻറ്റർ കിട്ടും. എന്നിട്ട് ആ സെൻറ്റർ ഇതേപോലെ എന്ത് ചെയ്യുക, സെൻറ്ററിൽ നിന്ന് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഈ ഡോട്ട് ഇട്ട് കൊടുക്കുന്ന ഭാഗത്ത് വിഡ്ത്തായിട്ട് ഞാൻ 2.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. മുകളിൽ വിഡ്ത്തായിട്ട് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തതെങ്കിൽ ഇവിടെ 2.25 മാർക്ക് ചെയ്തത്, കുറച്ചും കൂടി വൈഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മുകളിൽ 2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ചും കൂടി വിഡ്ത്ത് കൂട്ടിയെടുക്കുക. അപ്പോഴാണ് കാണാൻ ഭംഗി. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഞാൻ ചെയ്ത എല്ലാ അളവിലും നിങ്ങൾ വേരിയേഷൻസ് വരുത്തുക. ഫൈനൽ ലുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പോർഷൻ മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ്റേൺ അതേപോലെ ഫോളോ ചെയ്യുക. അതല്ല കഷ്ടപ്പെട്ടൊരു ഇന്നർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഇന്നർ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് വേരിയേഷൻസ് നിങ്ങൾ അളവിൽ മാറ്റം വരുത്തുക കേട്ടോ. പാറ്റേൺ സെയിം ആണ്, അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് വരുത്തിയാൽ മതി. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് വരയ്ക്കുക. വരച്ച പ്രകാരം ഇതൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഇത് നിങ്ങൾക്ക് ഏത് ക്ലോത്തിലാണോ അയൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്ലോത്തിന്റെ ചീത്ത വശത്ത് വെച്ചിട്ട് അയൺ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ലെങ്ത് കുറവാണ്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി ലെങ്ത് എടുക്കുക, എന്നാലേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയണത് കേട്ടോ.
ഈ ഒരു പാറ്റേൺ എനിക്കൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് വന്നതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ ഈ ഒരു ലെങ്ത്തിൽ തയ്ച്ചു പോയി. പിന്നെയും മാറ്റിയിട്ട് വേറൊരു ഫാബ്രിക്കിൽ തയ്ക്കാനുള്ള മടി കൊണ്ടാണ്. പിന്നെ സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ലെങ്ത്തിൽ മാത്രം കുറച്ചും കൂടി ലെങ്ത് കൊടുത്താൽ മതിയായിരുന്നുന്ന് എനിക്ക് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത് ആ ഒരു ചേഞ്ച് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ആ കോളറിന് വേണ്ടിയിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പ് വരച്ചിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്. റൗണ്ട് ഷേപ്പ് കഴിഞ്ഞിട്ട് താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ പ്രകാരം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. റൗണ്ട് ഷേപ്പ് എൻഡ് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാറ്റേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രകാരം സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഈ റൗണ്ട് ഷേപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്തിട്ട് ഇതിനെ മറിച്ചെടുക്കുക. മറിച്ചെടുക്കുന്ന സമയത്ത് ക്യാൻവാസ് പേപ്പറും നമ്മൾ വെച്ചിരിക്കുന്ന സീം അലവൻസും ഒരു സൈഡിലും മെയിൻ ഫാബ്രിക് ഒരു സൈഡിലും വരത്തക്ക രീതിയിൽ വെച്ചിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ച് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ പറയണേ കേട്ടോ. ഇനി ക്യാൻവാസ് പേപ്പറിന്റെ മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മളൊരു പ്രാവശ്യം കൂടി ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കും. ഈ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൗണ്ട് ഷേപ്പും കൂടി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് മെയിൻ ഫാബ്രിക് അതിൻ്റെ അടിയിൽ ലൈനിങ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ റൗണ്ട് ഷേപ്പ് ടോപ്പ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് ഈ റൗണ്ട് ഷേപ്പിൽ എൻഡ് ചെയ്തിട്ട് എന്താണോ നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ റൗണ്ട് ഷേപ്പിന്റെ ഭാഗത്ത്, അതായത് നമ്മൾ കോളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗത്ത് 2 പീസുകൾ തമ്മിൽ ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിച്ച് അവിടെ ഉണ്ടാവും. ബാക്കി നമ്മൾ ഈ ഒരു പാറ്റേൺ ഫിനിഷ് ചെയ്ത പോലെയും ഉണ്ടാവും. ഇനി ഫ്രണ്ടിലെ പീസിന്റെ മുകളിൽ ബാക്കിലെ പീസ് വെക്കുക, ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ കറക്റ്റ് ഇതേപോലെ രണ്ടാക്കി മടക്കിയിടുക. രണ്ടാക്കി മടക്കിയിട്ടതിന് ശേഷം എത്രയാണോ നമുക്ക് കോളർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഷർ ചെയ്യുക. ടേപ്പ് ഈ ഒരു ഷേപ്പിൽ അതേപോലെ വെച്ച് മെഷർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അക്യുറേറ്റ് ആയിരിക്കും കേട്ടോ. ഇതേപോലെ മെഷർ ചെയ്യുന്ന സമയത്ത് എനിക്ക് 7.25 ഇഞ്ചാണ് കിട്ടുന്നത്. ഒരു 3-4 പ്രാവശ്യം നോക്കുക കേട്ടോ. ചിലപ്പോൾ ആദ്യം എടുത്ത അളവ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ എടുക്കുമ്പോൾ ഒരു 3-4 പ്രാവശ്യം വെച്ച് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്യാൻവാസ് പേപ്പറിനെ രണ്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്, ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ടാണ് ഒരു 3 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തത്. ബാക്കി നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ആർച്ച് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം വരച്ച ഷേപ്പ് എനിക്ക് അത്ര പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി മാറ്റി വരച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വരച്ചിട്ടുണ്ട്. ഈ വരച്ചിട്ടുള്ള ഷേപ്പിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഈ ഒരു ഷേപ്പിൽ അതേപോലെ വെച്ചിട്ട് നമ്മളെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് 7.25 ഇഞ്ചാണ്. അതായത് മടക്കിയിട്ടപ്പോഴുള്ള അളവാണ് 7.25 ഇഞ്ച്. ആ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ഉള്ളിലേക്ക് നമ്മളൊരു 1 ഇഞ്ചാണ് കോളറിന് വിഡ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടേപ്പ് ഇങ്ങനെ ടച്ച് ചെയ്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഉള്ളിൽ ഇതേപോലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ എൻഡിലായിട്ട് ഇതേപോലെ ഒന്ന് കർവ് ചെയ്യുക. നമ്മൾ ഈ വരച്ച പ്രകാരം ഈ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഏത് ഫാബ്രിക്കിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫാബ്രിക്കിൽ ഒന്ന് അയൺ ചെയ്യാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചാനലിൽ റൗണ്ട് കോളർ എങ്ങനെയാണ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് പോയിട്ട് കാണുക. ബിഗിനേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കാണണം കേട്ടോ. കോളറിന്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും മാർക്കിംഗ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് കുറച്ച് സ്പീഡിലായിരിക്കും പോവുക. ഒരു ഫാബ്രിക്കിൽ ഇതേപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേറൊരു ഫാബ്രിക്കും കൂടി നമുക്ക് വേണം. അപ്പോൾ ഈ താഴെ ഇരിക്കുന്ന ഫാബ്രിക്കിന്റെ നല്ല വശത്തിന്റെ മുകളിൽ ഈ ക്യാൻവാസ് പേപ്പർ അയൺ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കിന്റെ നല്ല വശം വെച്ചിട്ട് ആദ്യം നമ്മൾ 7.25 ഇഞ്ച് മാർക്ക് ചെയ്തതാണ് നമ്മുടെ കറക്റ്റ് അളവ്. ആ ഒരു ഭാഗം അങ്ങനെ വിട്ടിട്ട് ബാക്കി 3 ഭാഗവും ഈ ക്യാൻവാസ് പേപ്പറും താഴെ ഇരിക്കുന്ന പീസും കൂടി ഒന്നിച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഫാബ്രിക് അവിടെ വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഫാബ്രിക് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിനെ മറിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ 7.25 വരുന്ന ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കറക്റ്റ് അളവ്, അത് ഞാൻ ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ ഈ 7.25 വരുന്ന ഭാഗത്തിരിക്കുന്ന ഫാബ്രിക് ഉള്ളോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്നിച്ചു വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ക്യാൻവാസ് പേപ്പറിൽ എക്സ്ട്രാ ഉള്ള സീം എലവൻസ് ഉള്ളോട്ട് നമ്മൾ മടക്കി തയ്ച്ചല്ലോ, അതാണ് നമ്മുടെ കറക്റ്റ് അളവ്. അത് വന്ന് നിൽക്കുന്ന ആ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം സീം എലവൻസ് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുക. താഴെ ഇരിക്കുന്ന പീസിന്റെ കാര്യമാണ് പറയണത്. അതിനുശേഷം ഇതിനൊന്ന് മറിച്ചെടുക്കുക. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുർത്തി എടുക്കുക. കുർത്തിന്റെ ചീത്ത വശം എടുക്കുക കേട്ടോ. ചീത്ത വശം എടുത്തിട്ട് ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്കാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കോളർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്ററിൽ നിന്ന് 2 എൻഡിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ എടുത്ത അളവ് കറക്റ്റ് ആണെങ്കിൽ
നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്പം ഞാൻ ഒരു എൻഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാൻവാസ് പേപ്പർ ഉള്ള പീസ് ഇതേപോലെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് താഴെ ഇരിക്കുന്ന പീസിൽ മാത്രം സ്റ്റിച്ച് കൊള്ളുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എൻഡിൽ നിന്ന് ലോക്ക് ഇട്ടിട്ട് അടുത്ത എൻഡിൽ ഇതേപോലെ ലോക്ക് ഇട്ടിട്ട് നിർത്തുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു ടോപ്പിനെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോളറും മറിഞ്ഞു വരും. എന്നിട്ട് ഈ സീം അലവൻസുകളൊക്കെ ഈ ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്യുക. ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കോളർ പെർഫെക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിലേക്ക് സ്ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്യുക. നിങ്ങളുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഇന്നർ. ഇന്നർ ഇട്ട് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിലേക്ക് വേണം ഈ ഒരു എലൈൻ ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ചെറിയൊരു പോർഷൻ മാത്രമേ എന്റെ ഇന്നർ കാണുന്നുള്ളൂ. കുറച്ചുകൂടെ വൈഡ് ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തേനെ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.